നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലാണ്. ഇന്ന് നമ്മളോടൊപ്പം വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ചേരുന്നുണ്ട്. കാണാം അവരുടെ വിശേഷങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ പ്രതിനിധിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാം. ഒരുപാട് വർഷക്കാലമായി ഇടതുപക്ഷമാണ് ഈ ഒരു പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇതുവരെ ഉണ്ടായ വികസന മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ്? 1957 മുതലാണ് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കൈയാളാൻ വേണ്ടി തുടങ്ങിയത്. അന്ന് സഖാവ് എം കുഞ്ഞുവിഷ്ണു നമ്പീശനാണ് പഞ്ചായത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ആടുന്ന് തുടങ്ങി ഞങ്ങളുടെ ഈ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 11ഓളം വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവരുടെ നേതൃത്വത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാടിനകത്ത് ഏതെങ്കിലും വികസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നാളിതുവരെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് എതിർപക്ഷം, പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തെ എത്രത്തോളം നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്? തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കും. ജനങ്ങൾ ആരെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം, അതിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ്. ആ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഈ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിൽ നിലവിലത്തെ 14 വാർഡിനകത്തും ജനങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഈ തിരഞ്ഞെടുപ്പിനകത്ത് ഒരു വാർഡ് കൂടി 15 വാർഡാണ് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളത്. ഈ 15 വാർഡിനകത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായിട്ട് പ്രത്യേകിച്ച് CPMൻ്റെ പ്രവർത്തകരാണ്, നേതാക്കന്മാരാണ് സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുള്ളത്. അവരെ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ ജനങ്ങൾ തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം. അതുതന്നെയാണ് പഞ്ചായത്തിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് എതിർ സ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾ, അത് കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. അവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷം 1957 മുതൽ ഇതുവരെ ആരെയും മാറ്റി നിർത്തിയിട്ടല്ല പഞ്ചായത്തിൻ്റെ വികസനം കൊണ്ടുപോയിട്ടുള്ളത്. അവരെല്ലാം ചേർത്ത് പിടിച്ച് അവരുടെയും കൂടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. ഇത്രയും വികസന മുന്നേറ്റങ്ങൾ പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആരോഗ്യം. മാത്തിൽ ആരോഗ്യ കേന്ദ്രത്തിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നൊരു അധിക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതിനെതിരെ എന്താണ് പറയാനുള്ളത്? അല്ല, അത് തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ, കാരണം നമ്മൾ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം, മാത്തിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ കിടത്തി ചികിത്സ വേണം. അത് പഞ്ചായത്ത് മാത്രം തീരുമാനിച്ചാൽ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പം നിലവിൽ ഫാമിലി ഹെൽത്ത് സെൻറ്റർ FHC എന്ന നിലക്ക് നമ്മുടെ ആശുപത്രിയെ നമ്മൾ ഉയർത്തി. മുൻകാലങ്ങളിൽ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പേ മാത്തിൽ ഗവൺമെൻറ് ആശുപത്രി ഉച്ചവരെ മാത്രമാണ് OP ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നതോടുകൂടി അന്നുണ്ടായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറായാലും ഇന്നുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിയായ നമ്മുടെ വീണ ജോർജ് ആയാലും ഇവരെല്ലാവരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ FHC ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് ഉയർത്തി. ഇപ്പോൾ മാത്തിൽ ഗവൺമെൻറ് ആശുപത്രിക്കകത്ത് രാവിലെ 9 മണിക്ക് OP തുടങ്ങിയാൽ വൈകുന്നേരം 5:30 വരെ 6 മണി വരെ ഇപ്പോൾ നമ്മുടെ ആശുപത്രിക്കകത്ത് OP ഉണ്ട്. അപ്പോൾ നിലവിൽ വലിയ മാറ്റമാണ്. പക്ഷേ നമ്മൾ നേരത്തെ ആഗ്രഹിച്ചതുപോലെ ഒരു കടുത്ത ചികിത്സ കൂടി വേണം എന്നുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിനകത്ത് പോയാൽ കാണാൻ വേണ്ടി കഴിയും. അവിടുത്തെ ഡോക്ടർമാർ 4 ഡോക്ടർമാർ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിനകത്തുണ്ട്. എല്ലാ മരുന്നുകളുമുണ്ട്. ഒരാൾക്ക് പോലും പുറത്ത് പോയിട്ട് മരുന്ന് വാങ്ങേണ്ട ഗതി ഇന്നിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിനകത്തില്ല. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ തെറ്റായിട്ടുള്ള വാർത്തകൾ ചില കൊടുക്കുന്നതിന് മറുപടി നമുക്ക് പറയാൻ പറ്റും. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണമെടുത്താൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്കറിയാം, നമ്മുടെ ഈ പഞ്ചായത്തിന് മുന്നിലേക്ക് കൂടെ പോകുന്ന റോഡാണ് പുളിങ്ങോ മുതൽ അതുപോലെ തന്നെ കോത്തായിമുക്ക് വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്. ഒരു കാലത്ത് UDFൻ്റെ ഭരണകാലത്ത് നമ്മുടെ പയ്യന്നൂരത്തെ MLA C. കൃഷ്ണാട്ടന് 10-28 ദിവസം നിരാഹാരം കിടക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊന്നിനല്ല, ആ കുഴിയൊന്ന് തൂർക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാരം കിടന്ന. എന്നാൽ അതിനുശേഷം ഭരണം കിട്ടിയപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം മെക്കാടൻ റോഡായിട്ട് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം വടവന്തൂർ പാലം, ഒരുപക്ഷെ നെറ്റ്വർക്ക് ചാനൽ ഉൾപ്പെടെ നിരവധി തവണ വാർത്ത കൊടുത്തിട്ടുള്ള ഒരു പാലമാണ് വടവന്തൂർ പാലം. ആ വടവന്തൂർ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിലേക്ക് നിവേദനം കൊടുക്കുകയും സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ഇന്നിപ്പോൾ ഏകദേശം 7 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വടവന്തൂർ പാലം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു 5 വർഷക്കാലം. നമ്മുടെ നാട്ടിനകത്ത് പ്രധാനപ്പെട്ട 2 PMGC റോഡ്, അത് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള റോഡാണ്. ആ റോഡ് കൊണ്ടുവരാൻ ആവശ്യമായിട്ട് നിലപാട് സ്വീകരിച്ചത് അന്ന് കാസർഗോഡ് MP ആയിരുന്ന സഖാവ് P. കരുണാകരൻ MP ആയിരിക്കുന്ന സമയത്താണ് ആ റോഡിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചത്. ആ 2 റോഡ് നമുക്ക് അനുവദിച്ച് കിട്ടി. ഏകദേശം 13 കോടി രൂപയുടെ ഏറ്റവും മെയിനായിട്ട് റോഡാണ്. ഒന്ന് കുണ്ടയംകുവൽ മാവിലൻ നഗർ വരെയുള്ള റോഡും
അതുപോലെ തന്നെ കുറുവേലി തുടങ്ങിയിട്ട് അരവഞ്ചാൽ വരെയുള്ള 2 റോഡ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള റോഡായിട്ട് ആ റോഡ് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. വികസന പ്രവർത്തനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹരിതീർത്ഥകര ടൂറിസം പദ്ധതി ഞങ്ങൾ സർക്കാരിലേക്ക് കത്തെഴുതി സർക്കാരിലേക്ക് ആവശ്യപ്പെട്ട് ഡെസ്റ്റിനേഷൻ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് 1 കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന് ഇപ്പോൾ തുടക്കം കുറിക്കാൻ വേണ്ടി പോയത്. അതിലേക്ക് ഒരു 40 ലക്ഷം 38 ലക്ഷം രൂപ ചെലവഴിച്ചുള്ളൊരു ടെൻഡർ ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ പണി ആരംഭിക്കാൻ വേണ്ടി കഴിയും. കാരണം ഇപ്പോൾ നമ്മൾ പ്രവൃത്തി ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചാണ്. അപ്പോഴാണ് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ നമ്മൾ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. കാരണം ടൂറിസം മേഖലക്ക് വലിയ സാധ്യതകൾ ഇന്ന് കേരളത്തിനകത്തുണ്ട്. മറ്റൊന്ന് നമുക്കറിയാം, ഈ 5 വർഷക്കാലം മാത്തിൽ ടൗണിൽ നിങ്ങളുൾപ്പെടെ നേരത്തെ വാർത്തയായി കൊടുത്തതാണ്. മാത്തിൽ ടൗണിനകത്ത് ഒരു പൊതു ടോയ്ലറ്റ് ഇല്ല. ആ പൊതു ടോയ്ലറ്റ് ഇല്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാശ് കണ്ടെത്താൻ വേണ്ടി കഴിയാത്തതുണ്ടല്ലോ. പക്ഷേ സ്ഥലം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. ഒരു പരിമിതി നമുക്കറിയാമല്ലോ, ടൗണിനകത്ത് സ്ഥലം കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മുടെ 1.5 സെൻറ്റ് സ്ഥലം അവിടെ നമ്മൾ കണ്ടെത്തുകയും അവിടെ ടോയ്ലറ്റിൻ്റെ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഏകദേശം 80% പണി പൂർത്തീകരിച്ചു. നമ്മൾ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമാണ് മാതൃ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോയ്ലറ്റ് എന്നത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതാ ഈ വിഷ്വൽ എടുക്കുന്ന സമയത്തുള്ള ഈ ഓഡിറ്റോറിയം സ്വാഭാവികമായിട്ടും ഈ കാങ്കോലാലപ്പുഴ ഗ്രാമപഞ്ചായത്തിനകത്തല്ലാതെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പഞ്ചായത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു ഓഡിറ്റോറിയം ഇല്ല. എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരാണ്. ഒരു ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ ഒരു കല്യാണം നടക്കണമെങ്കിൽ വാടക എന്ന് പറയുന്നത് 50,000 മേലെയാണ് എല്ലാവർക്കും. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ ജനങ്ങളും കൂടി സേവനം കൊടുക്കണം എന്ന കാഴ്ചപ്പാടോട് കൂടി ഒരു 30,000 താഴെയാണ് ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിന് വാടക വാങ്ങിക്കുന്നത്. കായികപരമായ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുള്ള നാടാണ് കേരളം. പക്ഷേ അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് വളരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരാമർശം പൊതുവേ ഉണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതി എന്തൊക്കെ നവീകരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി? അത് ഒരു നല്ല ചോദ്യമാണ്. കാരണം സംസ്ഥാന സർക്കാർ രണ്ടാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ നിലവിലത്തെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് എല്ലാ വാർഡിനകത്തും ഗ്രൗണ്ട് ഉണ്ടാക്കണമെന്നാണ്. കാരണം കുട്ടികളെ കായികപരമായിട്ട് അവരെ ശേഷി വർദ്ധിപ്പിക്കാനാവുന്ന വാർഡ് അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകാരോട് പറഞ്ഞ് വാർഡ് അടിസ്ഥാനത്തിൽ ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് പോകാൻ വേണ്ടി കഴിയണം. സ്ഥലപരിമിതി പല വാർഡിനകത്തുണ്ട്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിനകത്ത് പല സ്ഥലം ക്ലബ്ബുകളും വായനശാലകളായാലും സ്കൂൾ ആയാലും അവിടെ ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാലോ, ഈ പഞ്ചായത്ത് ഓഫീസിന് തൊട്ട് പുറകിലാണ് നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയം, ഒരു ഗ്രൗണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്കുണ്ട്. ആ സ്റ്റേഡിയം നവീകരിക്കാൻ നേരത്തെ ശ്രീകൃഷ്ണാട്ടൻ MLA ആയിരിക്കുന്ന സമയത്ത് 40 ലക്ഷം രൂപയും ഇപ്പോൾ മധുവാട്ടൻ MLA ആയിരിക്കുന്ന സമയത്ത് 30 ലക്ഷം രൂപയും പഞ്ചായത്തിൻ്റെ ഫണ്ടും എല്ലാം ഉപയോഗിച്ച് ഏകദേശം 1 കോടി രൂപയുടെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ട് നമുക്ക് നവീകരിച്ച് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തൊട്ട് മുകളിലാണ് നമ്മുടെ മാത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അവിടെ ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ ഒരു ഗ്രൗണ്ടിൻ്റെ പണി സർക്കാർ ഫണ്ട് അനുവദിച്ച് ഗ്രൗണ്ടിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. അത് ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. കാങ്കോല ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനം നമ്മൾ തുടക്കം കുറിക്കാൻ വേണ്ടി തുടക്കം കുറിച്ചത്. 957 സഖാവ് MP കുഞ്ഞുകൃഷ്ണൻ ഭീഷൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വന്ന് 959 ആദ്യമായിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് നമ്മുടെ പഞ്ചായത്തിന് തേടിയെത്തിയത്. അത് ജനകീയമായിട്ടുള്ള ആദ്യത്തെ ഒരു അംഗീകാരമായിട്ട് നമ്മൾ കാണുന്നു. പിന്നീട് 2000 സ്വാഭാവികമായിട്ടും സഖാവ് P ശശിധരൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്താണ് ഇവിടെ സ്വരാജ് ട്രോഫി, ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരം എന്ന് പറയുന്നത് സ്വരാജ് ട്രോഫിയാണ്. ആ സ്വരാജ് ട്രോഫി പഞ്ചായത്തിലേക്ക് വന്നത്. അന്ന് സ്വരാജ് ട്രോഫി കിട്ടുമ്പോൾ 10,000 വരുന്നുള്ള മനുഷ്യാധ്വാനം കൂട്ടമായി ഒരു ജനകീയമായി ഏറ്റെടുക്കുകയും ആ മനുഷ്യാധ്വാനം നടത്തിയതിലൂടെ കൂടിയാണ് നമുക്ക് സ്വരാജ് ട്രോഫി നമുക്ക് കിട്ടിയത്. ഈ 5 വർഷക്കാലം നിരവധിയായിട്ടുള്ള പുരസ്കാരം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലത്തെ ഏറ്റവും പ്രധാനമാണ് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡാണ് കേരള ജൈവ വൈവിധ്യ ബോർഡ്. ആ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല പഞ്ചായത്തിൻ്റെ അവാർഡ് കിട്ടിയത് ഈ 2 വർഷം മുമ്പ് ഈ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയത്. അതിനുശേഷം മഹാത്മാ പുരസ്കാരം എന്ന് പറയുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലയിൽ നമ്പർ 1 പഞ്ചായത്തായിട്ട് നമ്മൾ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രിക്കകത്ത് നമ്മുടെ കുണ്ടയംകുള്ള ആയുർവേദ ആശുപത്രിക്കകത്ത് നമുക്ക് കായകൽപ്പ പുരസ്കാരം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ നാഷണൽ തലത്തിലുള്ള നിരവധി അവാർഡ് നമുക്ക് കിട്ടാൻ വേണ്ടി കഴിഞ്ഞു. ഇതെല്ലാം കിട്ടിയത് ഞങ്ങളത് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതിനപ്പുറം ഞങ്ങൾ പറയുന്ന കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരണസമിതി പറയുന്ന കാര്യം ജനങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളും ഈ ഒരു അംഗീകാരവും ഞങ്ങളെ തേടിയെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തുടർന്നും ഞങ്ങൾക്കൊരു അഭ്യർത്ഥന നടത്താനുള്ളത്, കാങ്കോല ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളുണ്ട്, വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ട്. അവരെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ. പക്ഷേ ജനങ്ങൾ ഒരു കാര്യം തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ വൻ ഭൂരിപക്ഷത്തോടെ 15 വാർഡിനകത്തും അവർ അധികാരത്തിൽ വന്നാൽ
സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് 11 കഴിഞ്ഞ് 13 റിസൾട്ട് കഴിഞ്ഞാൽ പിന്നീട് ജനകീയമായിട്ട് ഇന്നലെ വരെ ഈ ജനങ്ങളെ ചേർത്ത് പിടിച്ചാണ് പഞ്ചായത്ത് പോയത്. നാളെയും ഈ പുതിയ ഭരണസമിതിയും അങ്ങനെ തന്നെ പോവും. അതിന് നേതൃത്വപരമായിട്ട് പങ്കുവഹിക്കാൻ കെൽപ്പുള്ള ശക്തിയുള്ള സംഘടനയായിട്ട് ഈ കാങ്കോലാൽ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിയും എന്നുള്ള നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ജനങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കും. ഇന്നലെ വരെ ഈ നാടിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലൂടെയാണ് ഉണ്ടായത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടി ഇന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇത്രയും വർഷം ഈ പഞ്ചായത്ത് ഭരിച്ചത് ഇടതുപക്ഷ മുന്നണിയാണ്. അവരുടെ കെടുകാര്യസ്ഥത എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അവരുടെ കെടുകാര്യസ്ഥത എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും കെടുകാര്യസ്ഥത തന്നെയാണ്. എന്നാലും അവർ അത്ര മോശമായ ഒരു ഭരണമല്ല എന്ന് ഞാനൊരു പ്രതിപക്ഷമാണെങ്കിലും പറയേണ്ടി വരും. കാരണം അവരെ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഭരണം നടത്തുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അവരുടെ നേതാക്കളെല്ലാമായി പ്രസിഡന്റുമാരായി കുറേ ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം ഞാനുമായി നല്ല ബന്ധം പുലർത്തുന്ന ആളുകളായിരുന്നു. എങ്കിലും അവരുടെ ഭരണം അവരുടെ പാർട്ടിക്കാർക്ക് മാത്രമായി നടത്തുന്നതാണോ എന്ന് ചിലപ്പോൾ നമുക്ക് സംശയമുണ്ടാകും. അവരുടെ പാർട്ടിക്കാർക്ക് മാത്രമായി ആനുകൂല്യങ്ങൾ എത്തിക്കുക, മറ്റുള്ളവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുക എന്നുള്ള അവസരം ചിലപ്പോൾ അത് മഹാവിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എങ്കിലും അവർ കഴിയുന്നത്ര എല്ലാവർക്കും എത്തിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അവരുടെ കെടുകാര്യസ്ഥത പറഞ്ഞാൽ മറ്റ് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ റോഡ് നിർമ്മാണത്തിൽ ഇവിടെ കിഫ്ബിയാണ് റോഡ് നിർമ്മിച്ചത്, പഞ്ചായത്തല്ല. ഈ റോഡ് അതിൻ്റെ സൈഡിൽ സ്ഥലം പിടിച്ചെടുത്തിരുന്നു. അതിനെല്ലാം പണം കിട്ടുമെന്ന് പറഞ്ഞ് ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ ഭരണസമിതിയുടെ കീഴിൽ ഇവിടെ നമ്മുടെ താഴക്കുറുന്തിൽ ഒരു മാലിന്യ പ്രശ്നം വന്നു. അതും ഇതുവരെ പരിഹരിച്ചിട്ടില്ല. മാലിന്യ പ്രശ്നം ആ ചുറ്റുഭാഗത്തുമുള്ള കിണറുകളിലെല്ലാം വെള്ളം മലിനമായി ജനങ്ങൾ വളരെ വിഷമം അനുഭവിക്കുകയാണ്. എങ്കിലും അത് ഇതുവരെ കാര്യമായി പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം പരിഹരിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് വരാമെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ഗവൺമെൻറ് ഭരണസമിതി നമ്മുടെ UDFനെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, ജനങ്ങൾ തിരഞ്ഞെടുത്തുകൂടാ എന്ന് പറഞ്ഞുകൂടാ, അവർ തന്നെ ഇനിയും വരും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇതുവരെ വാർഡ് വിഭജനവും മറ്റ് പ്രശ്നങ്ങളെല്ലാമായി അവർ നമ്മുടെ പഞ്ചായത്തിനെ വളരെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. അവർക്ക് അനുകൂലമായിട്ടാണ് വാർഡുകൾ വിഭജിക്കുന്നത്, അവർക്ക് അനുകൂലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ അവസാനമായി ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ വാർഡ് വിഭജനം UDFന് ചെറിയൊരു സന്തോഷമുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ വാർഡ് വിഭജനം വോട്ട് അട്ടിമറിക്ക് സാധ്യതയൊരുക്കുമോ? വാർഡ് വിഭജനം വോട്ട് അട്ടിമറിക്ക് സാധ്യത ഉണ്ടാക്കുമോ? വോട്ട് അതിന് സാധ്യതയൊന്നുമില്ല. എങ്കിലും വാർഡ് വിഭജനത്തിൻ്റെ 14 വാർഡുണ്ടായത് 15 വാർഡാക്കിയല്ലോ. ഈ 15 വാർഡാക്കിയപ്പോൾ ചില വാർഡുകളിൽ UDFന് ജയിക്കാമെന്നുള്ള ഒരു മോഹം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രവർത്തകരിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും ജയിക്കുകയാണെങ്കിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാൻ മുസ്ലിം ലീഗിൻ്റെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 15 വാർഡുകളിൽ 14 വാർഡിലും കോൺഗ്രസ്സാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഈ വാർഡിൻ്റെ തൊട്ടടുത്ത വാർഡ് 12ാം വാർഡിൽ ആണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. ഹസീന CH എന്ന ഒരു നമ്മുടെ വനിതാ അംഗത്തെയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. ഈ 15 വാർഡിൽ ഒരു വാർഡിൽ മാത്രമേ മുസ്ലിം ലീഗ് മത്സരിക്കുന്നുള്ളൂ. ബാക്കി 14 വാർഡിലും കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്. എല്ലാം ജയിച്ചു വരികയാണെങ്കിൽ നല്ലൊരു ഗവൺമെൻറ് ഭരണസമിതി ഇവർ രൂപീകരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ആഗ്രഹം, കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം.
കഴിയുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ എല്ലാം അവരാണല്ലോ കൂടുതൽ അംഗങ്ങളായുള്ളത്. അവരെല്ലാം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. മുമ്പ് കോൺഗ്രസ്സുകാർക്ക് കുറച്ച് ശക്തിയുണ്ടായ കാലമുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഈ അടുത്ത കാലത്തായി അവരുടെ ശക്തി കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ വാർഡുകളിലും മത്സരിക്കുമെങ്കിലും കൂടുതലായി എല്ലാ വാർഡുകളിലും ഒന്നിച്ച് സഹകരിച്ച് മത്സരിക്കാനുള്ള ഒരു പ്രചോദനം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ അവസാനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു മുന്നേറ്റം, നല്ലൊരു ആവേശം പ്രവർത്തകരിൽ ഉണ്ടാക്കുവാനും അങ്ങനെ 14 വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തുവാനും നമ്മുടെ ഒരു വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തുവാനുമെല്ലാം വളരെ ആവേശത്തോടെ നമ്മുടെ പ്രവർത്തകർ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ജയിക്കുമെന്നാണ് എൻ്റെ ആഗ്രഹവും വിശ്വാസവും. ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് തന്നെയാണ് എൻ്റെ വിശ്വാസവും. ശരി, നിലവിലെ ഭരണപക്ഷം എത്രത്തോളം പ്രതിപക്ഷത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്? പ്രതിപക്ഷത്തെ എത്രത്തോളം ചേർത്ത് നിർത്തിയിട്ടുണ്ട് നിലവിലെ ഭരണസമിതി? എത്രത്തോളം എനിക്ക് കേട്ടില്ല. നിലവിലെ ഭരണസമിതി പ്രതിപക്ഷത്തെ എത്രമാത്രം ചേർത്ത് നിർത്തിയിട്ടുണ്ട്? ചേർത്ത് നിർത്തിയെന്ന് പറഞ്ഞാൽ അവർ വ്യക്തിപരമായ ബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭരണകാര്യങ്ങളിലൊന്നും അവർ ചേർത്ത് നിർത്തുന്നില്ല. പക്ഷേ പഞ്ചായത്തിൽ ഉള്ള എല്ലാ പരിപാടികൾക്കും പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും അവരുടെ പരിപാടികൾക്കെല്ലാം അവിടെ പങ്കെടുപ്പിക്കാറുണ്ട്. ഇവിടെ പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും അവർ നമ്മളെ വിളിച്ചു പറഞ്ഞ് അവിടെ എത്തിക്കും. അങ്ങനെയുള്ള സഹകരണം മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റ് ഭരണകാര്യങ്ങളിൽ നമുക്ക് സഹകരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുൻകഴിഞ്ഞു പോയ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എനിക്ക് നല്ല കുഞ്ഞി വിഷ്ണു നമ്പീശൻ, KC കോരൻ, K രാജൻ, നമ്മുടെ ഉഷ, പിന്നെ ഇങ്ങനെയുള്ള രവീന്ദ്രൻ, ശശി, ഇങ്ങനെയുള്ള പ്രസിഡന്റുമാരെല്ലാം ഞാനുമായിട്ട് നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ആളായിരുന്നു. പക്ഷേ ഭരണസമിതിയിലുള്ള ആ കാര്യങ്ങളുമായി അവർ നമ്മൾ ഇല്ല. വ്യക്തിപരമായ ബന്ധം നല്ലതായിരിക്കും. പക്ഷേ ഭരണസമിതിയുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ കക്ഷികളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർ ബന്ധം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുജനങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്നു കേട്ടിട്ടുള്ള ഒരു ജനകീയ പ്രശ്നം എന്താ? അത് തന്നെയാണ് ഞാനിപ്പം പറഞ്ഞത്, മാലിന്യ പ്രശ്നം. പിന്നെ ഈ നമ്മുടെ ക്ഷേമ പെൻഷൻ അതൊന്നും എല്ലാവർക്കും കിട്ടുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റാണ് പൊതുജനങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാലിന്യ പ്രശ്നം ഇപ്പോൾ അടുത്ത കാലത്താണ് ഉണ്ടായത്. മാലിന്യ പ്രശ്നം താഴെക്കുറുന്തിൽ ഒരു മാലിന്യ പ്രശ്നമുണ്ട്. അവിടെ ഒരു കമ്പനി അതിൻ്റെ മാലിന്യങ്ങൾ കുഴിച്ചിട്ടത് കാരണം പരിസരത്തുള്ള കിണറുകളിലെല്ലാം മലിനജലം ഉണ്ട്. അതുകൊണ്ട് ജനങ്ങൾ വിഷമിക്കുന്നു, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവിടുത്തെ ആളുകൾ കുഴപ്പമുണ്ടാക്കുന്നതും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഏതായാലും ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ നമ്മുടെ ഭരണസമിതി വരികയാണെങ്കിൽ പരിശ്രമിക്കും. അവർ വരികയാണെങ്കിൽ അവരെ കൊണ്ട് അതിനെ സമ്മർദ്ദം ചെലുത്തി അവരെ കൊണ്ട് അത് പരിഹരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ വിഷയം. ശരി, ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ആരോഗ്യ കേന്ദ്രം ആദ്യം ഉണ്ടായത് നമ്മുടെ ഒരു മലപ്പുറത്തുള്ള ഒരു ഡോക്ടർ ഉണ്ടായപ്പോഴാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. നല്ലൊരു ഡോക്ടറായിരുന്നു അയാൾ. മലപ്പുറത്തുള്ള ഒരു ഡോക്ടർ വന്നിരുന്നു. നല്ലൊരു ഡോക്ടറായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ കേന്ദ്രം ഉദ്ഘാടനം കഴിഞ്ഞ പിന്നെയാണ് അയാൾ സ്ഥലം വിട്ടത്. അയാൾ ഇപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേന്ദ്രം. പക്ഷേ അവിടെ ആവശ്യമായ ഡോക്ടർമാരില്ല. അതാണ് നമ്മളിപ്പോൾ അവിടെ ഒരു രോഗിയായിട്ട് അവിടെ പോയാൽ ഒരു ഡോക്ടറായിരിക്കും. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് കുറേ ആളുണ്ടാവും രോഗികളായിട്ട് വന്നവർ. അവരെയൊന്നും ഒരു ഡോക്ടർ എത്ര സമയമാണ് നോക്കിയിട്ട് ഇത് പരിഹരിക്കുക? അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ? അപ്പോൾ ഒരു ഡോക്ടറെ അവിടെ ഒന്നുകൂടി നിയമിച്ചാൽ, ഇതിനെ പരിശോധിക്കാൻ വേണ്ടി OP ആയിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ വളരെ സൗകര്യമായിരിക്കും. അതിനെല്ലാം പഞ്ചായത്ത് ഭരണസമിതിയാണ് മുൻകൈ എടുക്കേണ്ടത്. ഈ നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനെല്ലാം പഞ്ചായത്ത് ഭരണസമിതിയാണ് മുൻകൈ എടുക്കേണ്ടത്. ശരി, ഈ ഒരു പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. ഈ പരിപാടികളിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് നമ്മുടെ നല്ല ഒരു
ചിന്തയോടുകൂടി നല്ലൊരു ചിന്തയോടുകൂടി എല്ലാ വോട്ടർമാരും അവർ നല്ലവണ്ണം ആലോചിക്കണം. വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഗുണം, ഇവരെ ഭരണത്തിലെത്തിയാൽ നമുക്ക് ഇനി ലഭിക്കാൻ പോകുന്നത് എന്താണ്, ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഇവരെ ഭരണത്തിൽ കയറ്റിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് വളരെയധികം ചിന്തിച്ച് വേണം നിങ്ങളുടെ ഓരോ വോട്ടും വിനിയോഗിക്കാൻ എന്നാണ് എനിക്ക് വോട്ടർമാരോട് പറയുവാനുള്ളത്. തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ BJP പ്രതിനിധിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇത്രയും വർഷമായിട്ടുള്ള ഭരണത്തിൽ BJPയുടെ സാന്നിധ്യം കുറവാണ് ഭരണത്തിൽ, അതെന്തുകൊണ്ടാണ്? BJP സാന്നിധ്യം ഒട്ടും കുറവല്ല. കാരണം ദേശീയ രാഷ്ട്രീയം നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും വികസനം, എല്ലാവിടവും വികസനം, എല്ലാവർക്കും ഒപ്പം, എല്ലാ സമയവും, ഇതാണ് മുദ്രാവാക്യം. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ മാറാത്തത് മാറും, സമഗ്രമായ വികസനം, ഇതാണ് BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ യഥാവിധി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് BJP എന്ന പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ കേന്ദ്രം ഭരിക്കുന്ന NDA സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വികസന രേഖ കേരളത്തിൽ എത്താതിരിക്കാൻ അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. കേന്ദ്ര സർക്കാർ സമഗ്ര വികസനത്തിന് വേണ്ടി സമസ്ത വിഭാഗങ്ങളുടെയും ജനങ്ങളുടെയും വികസനത്തിന് വേണ്ടി നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ചെറിയ ബാലികമാർ മുതൽ വൃദ്ധയായ നമ്മുടെ മാതാപിതാക്കൾക്ക് വരെയുള്ള നിരവധിയായ പദ്ധതികൾ, ആ പദ്ധതികളൊന്നും തന്നെ കേരളത്തിൽ എത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താ? ഒന്ന്, രാഷ്ട്രീയ വിരോധം. ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ എന്ത് നല്ല പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും അതിനെ എതിർക്കാൻ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടാണ്. അപ്പോൾ ഈ ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പിടിച്ചു വാങ്ങാൻ വേണ്ടി കേരളത്തിലെ ദരിദ്രരായ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, സമസ്ത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിൻ്റെ ഭാഗമായി ഇന്ന് പാർട്ടി കേരളത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. എല്ലാ നഗരങ്ങളിലും പാർട്ടി ഇന്ന് സജ്ജമായി കഴിഞ്ഞു. കേരളത്തിലെ ചില ഗ്രാമങ്ങളിലെങ്കിലും പാർട്ടിക്ക് നല്ല സംഘടനാ സംവിധാനമില്ലാത്ത പല സ്ഥലങ്ങളിലും ഉണ്ടാവാം. അത്തരം സ്ഥലങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഇടത് വലത് മുന്നണികളിലെ ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തോ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെയുള്ള ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലുണ്ടോ? കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പണ്ഡിറ്റ് നെഹ്റുവിൽ നിന്ന് ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് വാങ്ങിയൊരു പഞ്ചായത്തായിരുന്നു അതിൻ്റെ ആരംഭഘട്ടത്തിൽ. തുടർന്ന് ഇങ്ങോട്ട് ഇടതുപക്ഷ മുന്നണിയുടെ ഏകാധിപത്യ ഭരണമാണ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് നടമാടിയിരിക്കുന്നത്. എന്താ നമ്മുടെ പഞ്ചായത്തിൽ 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന എത്ര സ്ഥാപനങ്ങൾ ഈ കഴിഞ്ഞൊരു 10 വർഷത്തിനകം നമ്മൾ പഞ്ചായത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഒരു കാര്യവും പറയാൻ വേണ്ടി കഴിയില്ല. അതേ അവസരത്തിൽ ജനങ്ങൾക്ക് വിഷലിപ്തമായ അല്ലെങ്കിൽ ജനങ്ങളുടെ വായുമലിനീകരണം, ജലമലിനീകരണം, അതുപോലെ തന്നെ കരമലിനീകരണം ഒക്കെ നടപ്പിലാക്കുന്ന നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ കാരണം. നമ്മുടെ കാങ്കോൽ പഞ്ചായത്തെ സംബന്ധിച്ച് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടി നല്ലൊരു സാധ്യതയുള്ളൊരു പഞ്ചായത്താണ്. നമ്മുടെ ഈ വടക്കേ മല പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന നിരവധി പ്രദേശങ്ങൾ നമുക്ക് കാലിയായ പ്രദേശങ്ങളാണ്. ജനവാസ യോഗ്യമായ അല്ലെങ്കിൽ ജനവാസം കുറവുള്ള നിരവധിയായ പ്രദേശങ്ങൾ നമുക്കവിടെയുണ്ട്. അവിടെ നിരവധിയായ നമുക്ക് കാങ്കോൽ പഞ്ചായത്തിൽ ഏറ്റവും നല്ലൊരു കൃഷിയാണ് കശുവണ്ടി. നമ്മുടെ വടക്കൻ മേഖലയിൽ കശുവണ്ടി. ആ കശുവണ്ടി സംസ്കരണത്തിന് ആവശ്യമായ പദ്ധതികൾ നമുക്ക് അവിടെ ആവിഷ്കരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കാങ്കോൽ ആലപ്പുഴയുടെ വടക്കൻ മേഖലകളിൽ റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ സംസ്കരണ ശാലകൾ നമുക്ക് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തെക്കോട്ട് വന്നാൽ കാങ്കോലും പരിസരങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ആ തേങ്ങ സംസ്കരണത്തിൻ്റെ പദ്ധതികൾ, അടക്ക സംസ്കരണത്തിൻ്റെ പദ്ധതികൾ, നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം നേരെ കേന്ദ്ര സർക്കാർ തന്നെ നടപ്പിലാക്കി വരുന്ന കുടുംബശ്രീകളെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫുഡിൻ്റെ പ്രോസസ്സ്
സംബന്ധിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും പഞ്ചായത്തിന് താല്പര്യമില്ല. പഞ്ചായത്തിന് താൽക്കാലിക ലാഭം അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് വികസന മുരടിപ്പിൻ്റെ ഒരു പഞ്ചായത്തായിട്ടാണ് കാങ്കോൽ പഞ്ചായത്ത് കാണുന്നത്. അതിനെ മാറ്റിയെടുക്കാൻ, പുതിയൊരു പഞ്ചായത്താക്കി അതിനെ മാറ്റിയെടുക്കാൻ, പുതിയ വികസന രേഖ കൊണ്ടുവരാൻ, പുതിയ വികസന പന്ഥാവ് തുറക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 15 വാർഡിൽ 14 വാർഡിലും ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ വെച്ച് മത്സരിക്കുന്നുണ്ട്. ഏറ്റവും നിർണായകമായിട്ട് ഒരു ശക്തിയായിട്ട് പഞ്ചായത്തിൽ വരും. നിരവധി വാർഡുകളിൽ ഇപ്രാവശ്യം BJP ജയിച്ചു വരും. കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് BJP ഇനി മുന്നോട്ട് പോകും. ശരി, ആരോഗ്യ മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സർക്കാർ ആശുപത്രികളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആരോഗ്യ മേഖല ഇന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമുക്കിപ്പോൾ ഇവിടെ പെരിങ്ങോം എടുക്കാം. ഇവിടെ നമ്മുടെ താലൂക്ക് ആശുപത്രി ഉണ്ട്. അവിടെ കിഫ്ബിയുടെ നേതൃത്വത്തിൽ കെട്ടിടം കെട്ടിയിട്ട് ഇപ്പോൾ 2 വർഷത്തിലധികമായി ഇതുവരെ അവിടെ കടത്തി ചികിത്സയില്ല. മാത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മലയോര മേഖലയിലെ ജനങ്ങളെ അയക്കുന്നതാണ്. അവിടെ വേണ്ടത്ര ഡോക്ടർമാരില്ല. അതുപോലെ തന്നെ ഇവിടെ വേണ്ടത്ര സംവിധാനമില്ല. അതുപോലെ ഗവൺമെൻറ് ആശുപത്രി, താലൂക്ക് ആശുപത്രിയിൽ പോയാലോ അവിടെ സാധാരണ ഒരു രോഗിയെ പോയാൽ അവിടെ എക്സ്റേ സംവിധാനമില്ല, അവിടെ മറ്റുള്ള ഡോക്ടറുടെ മറ്റ് സേവനങ്ങളില്ല. ഇതൊക്കെ ഒന്നുമില്ലാതെ കുറേ ബിൽഡിങ്ങുകൾ, കിഫ്ബിയുടെ പേരിൽ കുറേ ബിൽഡിങ്ങുകൾ കെട്ടിപ്പോക്കുന്നതല്ലാതെ സാധാരണക്കാരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാത്തിലാവില്ല. അതുപോലെ മറ്റുള്ള സംവിധാനങ്ങളില്ല. ഏതെങ്കിലും പരീക്ഷണത്തിന് വേണ്ടി അവർക്ക് നിരീക്ഷണത്തിന് വേണ്ടി പോകണമെങ്കിൽ മൊത്തം ഇന്ന് പ്രൈവറ്റ് ലാബുകളെയും പ്രൈവറ്റ് ആശുപത്രികളെയും ആശ്രയിക്കേണ്ട ഗതികളാണുള്ളത്. അപ്പോൾ ഗവൺമെന്റിന്റെ ആരോഗ്യ രംഗം, ആതുര ശുശ്രൂഷ രംഗം വളരെ ശുഷ്കമാണ്. കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ. അത് ഇടതുപക്ഷ മുന്നണിക്കാണെങ്കിലും വലതുപക്ഷ മുന്നണിക്കാണെങ്കിലും അതുപോലെ തന്നെയാണ്. ആ ഒരു പ്രശ്നങ്ങൾ BJPക്ക് രാഷ്ട്രീയ ആയുധമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി വികസന വിഷയങ്ങളാണ്. ഇവിടെ നടക്കുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ അല്ല. നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമ്മുടെ നാട്ടിൽ നൽകുന്ന പദ്ധതികൾ യഥാവിധി നടപ്പിലാക്കാനുള്ള ഒരു കമ്മിറ്റി, അതാണ് നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ വേണ്ടാത്ത ഒരുപാട് ചർച്ചകൾ കൊണ്ടുവന്നുകൊണ്ട് ഈ വികസന മുരടിപ്പിനെ മറക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ്, ഇവിടെ അയ്യപ്പസ്വാമിയുടെ സ്വർണം കൊള്ളയടിച്ചു ഒരു ഭാഗത്താണെങ്കിൽ ഇവിടെ നേതാക്കന്മാരുടെ UDF നേതാക്കന്മാരുടെ അസന്നമായ പ്രവർത്തനം. ഇവർ ഒരേ മുന്നണിയുടെ ഭാഗമാണ്. ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് യഥാർത്ഥ വികസനം ജനങ്ങളെ ചർച്ച ചെയ്യുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടത്തും. BJP അതിൻ്റെ ഭാഗത്തല്ല. രാഷ്ട്രീയ വിഷയങ്ങളിൽ ചർച്ച വേണം, പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് വികസനത്തിന്റെ പേരിലായിരിക്കണം വോട്ട് പിടിക്കേണ്ടത്. ഈ രാഷ്ട്രീയ അജണ്ടകൾ മറ്റൊരു അവസരത്തിൽ രാഷ്ട്രീയ ചർച്ചകളായിട്ട് മുന്നോട്ട് പോകുമ്പോഴും തെരഞ്ഞെടുപ്പ് എന്നത് വികസനത്തിന് മാത്രം മുന്നോട്ട് നിൽക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയമായിരിക്കണം എന്നതാണ് BJPയുടെ കാഴ്ചപ്പാട്. ശരി, ഇനി BJP അധികാരത്തിൽ വന്നാൽ ഈ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചായത്തിൽ നിരവധിയായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ BJP, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേന്ദ്ര സർക്കാർ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന്, ഈ സ്മോൾ സ്കെയിൽ വികസനത്തിന് വേണ്ടി, ഇൻഡസ്ട്രിയൽ വികസനത്തിന് വേണ്ടി നിരവധിയായ പദ്ധതി നടപ്പിലാക്കുന്നത്. മുദ്ര യോജന നടപ്പിലാക്കുന്നത് ഇവിടെ പാവപ്പെട്ട യുവാക്കൾ, പണ്ട് PMAY ഉണ്ടായതുപോലെ ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് യാതൊരു ഈടുമില്ലാതെ വിവിധ തരം ലോണുകൾ കൊടുക്കുന്നു. അവരുടെ സ്വയം സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, സ്വയം സ്വാശ്രയ സംഘങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ വ്യവസായശാലകൾ നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അത് ബാങ്ക് മുഖാന്തരം കുറഞ്ഞ പലിശയ്ക്ക് യാതൊരു ഈടുമില്ലാതെ കൊടുക്കുന്നു. അതുപോലെ MSME പദ്ധതികളിൽ, അതുപോലെ തന്നെ കൃഷിക്കാർക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ ഫുഡ്, നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ നേരിട്ട് നമ്മൾ ഒരു കമ്പോളത്തെ വിറ്റഴിക്കുന്ന പരം അതിനെ വിവിധ ഉൽപ്പന്നങ്ങളാക്കി അതിൽ നിന്ന് ലാഭം മുഴുവൻ കർഷകർക്ക് ലഭിക്കുന്ന തരത്തിൽ. ഉദാഹരണത്തിന് നമ്മൾ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് കശുവണ്ടിയായി കൊടുക്കാതെ കശുവണ്ടി പരിപ്പാക്കിക്കൊണ്ട് അതിൻ്റെ വിവിധ പ്രൊഡക്റ്റുകളാക്കിയിട്ട് അവർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലാഭം കൂടി നമ്മുടെ ഈ ഉണ്ടാക്കുന്ന കർഷകന് തന്നെ ലഭിക്കും. നേന്ത്രക്കായ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന്, കാർഷിക മേഖലയിലെ ഏറ്റവും കൂടുതൽ കൃഷിക്കാർ നേന്ത്രക്കായ കൃഷിക്കാരാണ്. അവർ നേരിട്ട് അത് പ്രോസസ്സ് ചെയ്യണം. ആ പ്രോസസ്സ് ചെയ്ത ഉൽപ്പന്നങ്ങളാണ് ചിപ്സായിട്ടും അവിടെ കായയുടെ വിവിധ മേഖലകളിലുള്ള വിവിധ ഉൽപ്പന്നങ്ങളായിട്ട്, വിവിധ ഉൽപ്പന്നങ്ങളായിട്ട് കൊടുക്കാൻ സർക്കാർ ഒരുപാട് പ്രോത്സാഹനം നൽകുന്നുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്, ഒരുപാട് ധനസഹായം നൽകുന്നുണ്ട്. അത്തരം പദ്ധതികളൊക്കെ നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും കൊണ്ടുവരാനുള്ള പദ്ധതി ആവശ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചു ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ. ഞങ്ങൾ നരേന്ദ്രമോദിയുടെ ഒരു ജൻ ഔഷധി എല്ലാ ഗ്രാമങ്ങളിലും, ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ പട്ടണങ്ങളിലും ഉണ്ട്. 10% മുതൽ 90% വരെ നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള മരുന്നുകൾ സൗജന്യ നിരക്കിലാണ് അവിടെ കൊടുക്കുന്നത്. എല്ലാ ഗ്രാമങ്ങളിലും പ്രധാനമന്ത്രിയുടെ പേരിൽ ജൻ ഔഷധികൾ തുടങ്ങാനുള്ള പദ്ധതികൾ BJP അധികാരത്തിൽ വന്നാൽ തുടങ്ങും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടത് 70 വയസ്സ് കഴിഞ്ഞ BPL APL വിഭാഗത്തിൽപ്പെടുന്ന മുഴുവൻ വൃദ്ധജനങ്ങൾക്കും ചികിത്സ
7 ലക്ഷം വരെ സൗജന്യ ചികിത്സ നൽകുന്ന ഏറ്റവും ആകർഷകമായ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ സ്ഥലങ്ങളിലും നടപ്പിലാക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കും. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി ഇന്ന് കിസാൻ സമ്മാൻ നിധി 2018 വരെ ഭൂമിയുള്ളവർക്കാണ് ഇപ്പോൾ കൊടുത്തു വരുന്നത്. 2025 വരെ ഇപ്പോൾ കയ്യിൽ ഭൂമിയുള്ള മുഴുവൻ കർഷകർക്കും 2000 രൂപ എന്നത് മോഡി സർക്കാർ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ കർഷകരിലേക്കും എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ശരി, ഈ ഒരു പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം, സമയപരിമിതിയുണ്ട്. രാഷ്ട്രീയം എന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമായിരിക്കും. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് നാടിൻ്റെ വികസനം. രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ കേവലമായ വാചാടോപങ്ങൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് താൽക്കാലിക ലാഭത്തിനു വേണ്ടി അവിടെ വോട്ട് സമ്പാദിക്കാനുള്ള മാർഗമാണ് ഇന്ന് ഇടത് വലത് മുന്നണികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. BJP തികച്ചും വ്യത്യസ്തമാണ്. കോലാഹലങ്ങളില്ലാതെ സാധാരണക്കാരനെ കണ്ടുകൊണ്ട് വികസനത്തിൻ്റെ രാഷ്ട്രീയം, ഈ ഗ്രാമത്തിൻ്റെ വികസനം. നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ഈ ഇന്ത്യക്ക് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നമ്മുടെ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറണമെന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ഏറ്റവും വലിയ ശക്തിയായി മാറണം, എല്ലാ ജില്ലകളുമായി മാറണം, എല്ലാ താലൂക്കുകളായി മാറണം, എല്ലാ പഞ്ചായത്തുകളും എല്ലാ ഗ്രാമങ്ങളും എല്ലാ വ്യക്തികളും വികസിച്ച് ഏറ്റവും ഉന്നതി. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളാണ് ഇത്രയും സമയം നമ്മളോടൊപ്പം സംവദിച്ചത്. ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇവിടുത്തെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ചൂട്. എന്തായാലും ഞങ്ങളുടെ ഈ വർഷത്തെ ഈ ഒരു പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളെ സ്വീകരിച്ച നിങ്ങളോടും ഒരുപാട് നന്ദി പറയുകയാണ്.